ഹലോ ഫ്രണ്ട്സ്, നമുക്കിടയിലുള്ള ഒട്ടുമിക്ക മനുഷ്യരും വളരെ കംഫർട്ടബിളായുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലേ? അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് അവരുടെ എല്ലാം ജീവിതവും. എന്നാൽ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇന്നും നമ്മുടെ സമൂഹത്തിൻ്റെ ഇരുളടഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കൊള്ളയടിച്ചും കൊന്നും സ്വന്തം ശരീരം വിൽപ്പന ചരക്കാക്കിയുമൊക്കെ ജീവിക്കുന്നവർ. പക്ഷേ എത്ര കഠിനമായി പരിശ്രമിച്ചാലും ആ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവരിൽ പലർക്കും കഴിയാറില്ല. പ്രൗഢിയുടെയും സാംസ്കാരിക ഉന്നതിയുടെയും സമ്പന്നതയുടെയും ഒക്കെ മൂടുപടമണിഞ്ഞ പല മഹാനഗരങ്ങളുടെയും ഇരുണ്ട കോണുകളിൽ ആരുമറിയാതെ പിറന്നൊടുങ്ങുന്ന നിസ്സഹായരായ ഇത്തരം ജീവിതങ്ങൾ അനേകായിരങ്ങളാണ്. റെഡ് ലൈഫ് എന്ന തായ് സിനിമയിൽ ബാങ്കോക്ക് എന്ന മഹാനഗരത്തിലെ ഒരു ചുവന്ന തെരുവിലെ ജീവിതങ്ങൾ പച്ചയായി വരച്ചു കാട്ടുന്നുണ്ട്. സോം എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെയും ടെർ എന്ന തൊഴിൽ രഹിതനായ യുവാവിൻ്റെയും ജീവിതങ്ങൾ ഇടകലർത്തിയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. സിനിമയിൽ ഒരിടത്തും ഇരുവരും മുഖാമുഖം കാണുന്നില്ല. പക്ഷേ ക്ലൈമാക്സിൽ പരസ്പരം കാണാതെ തന്നെ അവരുടെ ജീവിതങ്ങൾ കണക്റ്റ് ആകുന്നുണ്ട്. ദാരിദ്ര്യവും പ്രണയവും ചതിയും കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആഗ്രഹവും ചേർന്നു പോകുന്ന കഠിനകരമായ ജീവിതങ്ങളാണ് ചിത്രത്തിൻ്റെ ആത്മാവ്. ബാങ്കോക്കിലെ ഈ തെരുവിലെ രാത്രിയുടെ നിറം നിയോൺ ബൾബുകളുടെ ചുവപ്പാണ്. ആ വെളിച്ചത്തിൽ മനുഷ്യരുടെ മുഖങ്ങൾ മാത്രമല്ല, അവരുടെ വേദനയും ആഗ്രഹങ്ങളും പാപങ്ങളും തെളിഞ്ഞു കാണാം. അവിടെയാണ് റെഡ് ലൈഫ് ആരംഭിക്കുന്നത്. ഒരിടുങ്ങിയ മുറിയിലാണ് സോമും അമ്മ ഓയിയും ജീവിക്കുന്നത്. ഓയി മകളെ ജീവന തുല്യം സ്നേഹിക്കുന്നു. തൻ്റെ ഗതി മകൾക്ക് വരാതിരിക്കാനാണ് അവരുടെ കഷ്ടപ്പാടെല്ലാം. അതെ, അവരൊരു ലൈംഗിക തൊഴിലാളിയാണ്. അമ്മ രാത്രി പുറത്തു പോകുന്നത് എന്തിനാണെന്ന് സോമിന് അറിയാം. അതുകൊണ്ടാണ് അവൾ അമ്മയെ നോക്കാതെ തിരിഞ്ഞു കിടക്കുന്നത്. അമ്മ മകളെ സ്നേഹത്തോടെ തലോടുമ്പോൾ പോലും സോം അവരുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. പകരം അത് അവൾക്ക് നാണക്കേടാണ് ഉളവാക്കുന്നത്. സ്കൂളിലും അവൾ ഒറ്റയ്ക്കായിരുന്നു. തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കൊത്ത സ്കൂളിലല്ല ഓയ് മകളെ ചേർത്തിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും സമയത്ത് ഫീസ് അടയ്ക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സമ്പന്നരായ കുട്ടികളുടെ വസ്ത്രങ്ങളും സംസാരങ്ങളും ആത്മവിശ്വാസവുമെല്ലാം അവൾ ദൂരെ നിന്ന് നോക്കിക്കാണും. പുതിയ സ്കൂളായതിനാൽ അവിടെ ആർക്കും സോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അറിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പീച്ച് എന്നൊരു പെൺകുട്ടി സോമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സ്കൂളിലെ പോപ്പുലർ ഗേളായിരുന്നു പീച്ച്. എപ്പോഴും ചിരിക്കുന്ന, ഫാഷനബിളായിട്ടുള്ള, വലിയൊരു ഫ്രണ്ട്ഷിപ്പൊക്കെയുള്ള ഒരു പെണ്ണ്. എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്ന സോമിനെ അവൾ ശ്രദ്ധിച്ചു. അവളുടെ ഫ്രണ്ടാക്കി. പീച്ചിന് വലിയ സ്വപ്നങ്ങളായിരുന്നു. താമസിക്കാതെ തന്നെ കൊറിയയിൽ പോയി സെറ്റിലാകണമെന്നായിരുന്നു അവളുടെ പ്ലാൻ. സോമിനും വേണ്ടിയിരുന്നത് അവളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിന്നുള്ള മോചനമായിരുന്നു. നമ്മൾ കൊറിയയിലേക്ക് ഒരുമിച്ച് പോകുമെന്ന് പീച്ച് അവൾക്ക് വാക്കുകൊടുത്തു. അവൾ അമ്മയോട് സ്കൂൾ ഫീസിന് വേണ്ടി വാങ്ങിയ പൈസ പീച്ചിനെ ഏൽപ്പിച്ചു. ഫീസ് അടയ്ക്കാൻ കടം വാങ്ങിയ പണത്തെപ്പറ്റി ഓയ്ക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് മകളെ അത്ര കണ്ട് വിശ്വാസമായിരുന്നു. സോമിൻ്റെ ജീവിതത്തിന് പാരലലായി തന്നെ ടെറിൻ്റെ ജീവിതവും മുന്നോട്ട് പോകുന്നുണ്ട് സിനിമയിൽ. ടെർ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു പയ്യനാണ്. അവന് സ്വന്തമായി ഒന്നും തന്നെയില്ല. പക്ഷെ അവൻ ആകെ ആഗ്രഹിച്ചത് സ്നേഹിക്കപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു. അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മൈൽഡ് ഒരു സെക്സ് വർക്കറാണ്. അവന് അവൾ ആ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവൾ അങ്ങനെ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് അവൻ്റെ ചിലവുകളെല്ലാം കഴിഞ്ഞു പോകുന്നത്. ടെർ മൈൽഡിനെ വളരെയധികം പ്രണയിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കവൻ ജസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് മാത്രമാണ്. മൈൽഡ് മറ്റുള്ളവരോടൊപ്പം പോകുന്നത് അവന് സഹിക്കുമായിരുന്നില്ല. ഒരു ദിവസം അവന് നിയന്ത്രണം തെറ്റി. അവളുടെ ഒരു കസ്റ്റമറെ ആക്രമിച്ചു. പോലീസ് പിടിച്ചു. ജയിലിൽ നിന്നും മടങ്ങി വന്നപ്പോൾ അവൾ കണ്ടത് മൈൽഡ് അവൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസമെന്നായിരുന്നു. മൈൽഡിനെ തിരിച്ചു കിട്ടാൻ പണമുണ്ടാക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു അവൻ. മൈൽഡിൻ്റെ പുതിയ ബോയ് ഫ്രണ്ടിന് അവളോട് ആത്മാർത്ഥതയൊന്നുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. ടെർ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പുതിയ ബോയ് ഫ്രണ്ട് കോംപ്രമൈസിന് തയ്യാറായി. അങ്ങനെ അവർ ഇരുവരും കൂടി ഒരു പ്ലാൻ ചെയ്തു. ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന ഒരു ധനികനായ വൃദ്ധൻ്റെ വീട് കൊള്ളയടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ഇനി നമുക്ക് സോമിൻ്റെ കഥയിലേക്ക് വരാം. അവൾ പീച്ചിനെ കണ്ടിട്ട് നാളേറെയായിരിക്കുന്നു. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. ഒരു വിവരവും കിട്ടിയില്ല. ഒടുവിൽ അവൾക്ക് മനസ്സിലായി പീച്ച് അവളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന്. സോം കൊടുത്ത പണവും കൊണ്ട് പീച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ്.
സ്കൂളിലെ ഫീസ് അടയ്ക്കാത്ത വിവരം സ്കൂൾ അധികൃതരിൽ നിന്നും മനസ്സിലാക്കിയ സോമിന്റെ അമ്മ അത് അവളോട് ചോദിക്കുകയും അത് അമ്മയും മകളും തമ്മിലുള്ള വലിയൊരു കലഹത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു. ഓയി വീട് വിട്ടിറങ്ങി അവളുടെ വൃദ്ധനായ ഒരു സ്ഥിരം കസ്റ്റമറോടൊപ്പം താമസം ആരംഭിച്ചു. കഷ്ടകാലമെന്ന് പറയട്ടെ, ഈ വൃദ്ധന്റെ വീടാണ് ടെറും ഫ്രണ്ടും മോഷണത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്. മോഷണ ശ്രമത്തിനിടയിൽ ടെറിന്റെ സുഹൃത്ത് മറ്റൊരു വഴികളുമൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഒരവസരത്തിൽ സോമിന്റെ അമ്മയെ കുത്തിക്കൊന്നു. ആ വീട്ടിലെ വൃദ്ധനാകട്ടെ ടെറിന്റെ ഫ്രണ്ടിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ആ വീട്ടിൽ നിന്നും ജീവനും കൊണ്ടോടിയ ടെർ രാത്രി മൈൽഡിന്റെ അടുത്തെത്തി. പക്ഷേ അവൾ ഉറക്കത്തിൽ പോലും അവനെ ഓർക്കുകയോ സ്നേഹിക്കുകയോ ഇല്ലെന്ന സത്യം മനസ്സിലാക്കിയ ടെർ അവളോടുള്ള പ്രണയം അവിടെ ഉപേക്ഷിച്ച് തകർന്ന ഹൃദയത്തോടെ നാടുവിടാൻ തീരുമാനിച്ചു. സോമാകട്ടെ തന്നെ ജീവന് തുല്യം സ്നേഹിച്ച അമ്മ കൊല്ലപ്പെട്ടതറിയാതെ ഉറ്റ ചങ്ങാതിയായ പീച്ച് ചതിച്ച വേദനയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ അവളുടെ ജോലിസ്ഥലത്തെ കൊളീഗ്സ് അവളെ രക്ഷിക്കുകയും നിരാശയോടെ അവൾ തെരുവിലൂടെ നടന്നു പോകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. തിരികെ വീട്ടിലെത്തുമ്പോൾ അവൾ അമ്മയെ കാണുന്നുണ്ട്. അപ്പോൾ അവളുടെ മനസ്സ് മുൻപില്ലാത്ത പോലെ സന്തോഷം കൊണ്ട് നിറയുന്നു. ഒരുപക്ഷെ അത് സോമിന്റെ ഒരു സ്വപ്നം മാത്രമാകാം. പക്ഷേ അതവളുടെ തിരിച്ചറിവ് കൂടിയായിരുന്നു. ഈ ലോകത്ത് അവൾക്കാകെ ഉണ്ടായിരുന്നത് അവളുടെ അമ്മ മാത്രമായിരുന്നുവെന്ന്. ഈ സിനിമ രണ്ട് വ്യത്യസ്ത ജീവിതങ്ങളുടെ നേർരേഖാ ചലനമാണ്. ഒരു പോയിന്റിൽ അവ ക്രോസ് ആവുകയും പക്ഷെ അതിനുശേഷം ആ ജീവിതങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്നു. ഈ കഥയിൽ നായകനോ വില്ലനോ ഇല്ല. യഥാർത്ഥ ജീവിതവും അങ്ങനെ തന്നെയല്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ തെരുവിലെ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൺപെൺ ജീവിതങ്ങളാണ് സോമിലൂടെയും ടെറിലൂടെയും നാം കാണുന്നത്. പക്ഷേ ജീവിതത്തിൽ ചോയ്സുകളോ ഓപ്ഷനുകളോ ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യർക്ക് രക്ഷപ്പെടൽ എന്നും ഒരു സ്വപ്നം മാത്രമാണ്. ഇവിടെ മൈൽഡ് ആയാലും പീച്ചായാലും ടെറിന്റെ ഫ്രണ്ടായാലും അടിസ്ഥാനപരമായി അവർ ചെയ്യുന്നത് ചതിയാണെങ്കിലും അവരുടെ ഭാഗത്തെ ന്യായം സിനിമ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അതിനാൽ നമുക്ക് അവരെയും കുറ്റപ്പെടുത്താനോ വെറുക്കാനോ കഴിയുന്നില്ല. സോമിന്റെ അമ്മ സ്വയം ത്യജിച്ച് മകളെ രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ ഒടുവിൽ മകൾ തള്ളിപ്പറഞ്ഞ വേദനയാകും അവർക്ക് മരണവേദനയേക്കാളും കൂടുതലായി അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. മകളുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാനായിരുന്നു അവരുടെ അവസാനത്തെ തീരുമാനം. അതിനിടയിലാണ് അവർ കള്ളന്മാരുടെ മുന്നിലെത്തുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. സിനിമയിലെ ഒരൊറ്റ സീനിലാണ് സോമും ടെറും സെയിം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരിടുങ്ങിയ വഴിയിലൂടെ പരസ്പരം കടന്നു പോകുന്ന രണ്ടു പേർ. അവർ തമ്മിൽ കാണുന്നില്ല. എന്നാൽ പിന്നീട് സോമിന്റെ ജീവിതത്തിലെ വലിയൊരു ദുരന്തത്തിന് കാരണമായി ടെർ മാറുന്നുണ്ട്. ഇങ്ങനെയല്ലേ സമൂഹത്തിൽ മനുഷ്യരുടെ ജീവിതങ്ങൾ പരസ്പരം കണക്റ്റ് ആകുന്നത്? നമ്മൾ കടന്നു പോകുന്ന ഒരാൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരടയാളം പതിപ്പിച്ചേക്കാം. നമ്മളതൊരിക്കലും തിരിച്ചറിയുകയുമില്ല. ജീവിതത്തിന്റെ ഇരുണ്ട കോണുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രമമാണ് ഈ സിനിമ. പക്ഷേ അതിനുള്ള തലവരയില്ലാത്ത മനുഷ്യർക്ക് ഈ ചുവന്ന തെരുവുകളിൽ തന്നെ ജീവിച്ചൊടുങ്ങാനാണ് വിധി. അത് അവരുടെ തെറ്റല്ല, ജീവിതം അവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷയാണ്. നന്ദി. മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.